ഹലോ മക്കളെ, യെസ് അവന്യ മിസ് ഹിയർ. അപ്പോൾ നമ്മളെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഒത്തിരി മാർക്കൊക്കെ കുറഞ്ഞു പോയല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഓണം എക്സാമിന് മാർക്ക് ഇത്ര കുറഞ്ഞതെന്ന്? നമ്മളെന്താ മാർക്ക് പോയി, പാറ്റേൺ മാറി, എക്സാം ടഫായിരുന്നു, ഇങ്ങനെ കുറേ റീസൺസ് ആണല്ലേ നമ്മളെല്ലാവരും പറഞ്ഞത് അല്ലേ? നമ്മളെല്ലാവരും എസ്കേപ്പ് ആവാൻ വേണ്ടി ഇങ്ങനെ ഒത്തിരി റീസൺസ് പറഞ്ഞു അല്ലേ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ആൻസർ ഷീറ്റ് ഒന്ന് കുറച്ച് സമയം ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാ കേട്ടോ. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ആൻസർ ഷീറ്റിന് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങളത് അപ്പാടെ മാറ്റി വെക്കല്ലേ വേണ്ടത്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ആൻസർ ഷീറ്റ് ഒന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയിട്ടുണ്ട് അല്ലേ? ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിയത് നിങ്ങൾ ഓരോരുത്തർക്കും മാത്രമാണോ? അല്ല, എല്ലാ മക്കൾക്കും എന്താണ് ഒരേ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നിങ്ങളെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, കുറച്ച് മക്കൾക്ക് എന്തുണ്ടാവും, മാർക്ക് ഉണ്ടാകും അല്ലേ? മാർക്ക് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എക്സാം പാറ്റേണിൻ്റെ പ്രശ്നമെല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നമ്മൾ വെറുതെ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണല്ലേ ഈ ഒരു എക്സാം പാറ്റേൺ കുറ്റം പറയുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ, അതായത് നിങ്ങൾ ആ ഒരു ആൻസർ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉള്ള പോലെ തോന്നിയിട്ടില്ലേ? ഒത്തിരി മിസ്സൊക്കെ ഫസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മിസ്സിനൊക്കെ അതാ തോന്നിയത്, അയ്യോ എത്രയോ ക്വസ്റ്റ്യൻസ് അല്ലേ, ഓർ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ നമുക്കത് കണ്ടപ്പോൾ നമ്മൾ ആദ്യം പാനിക് ആയില്ലേ നമ്മൾ? അപ്പോൾ കുറേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സമയം നിങ്ങൾക്ക് അത് അവിടെ കിട്ടിയിട്ടില്ല അല്ലേ? ഇത് രണ്ടാമത്തെ കാര്യമാണ്. പിന്നെ നിങ്ങൾ ആൻസർ ഷീറ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് അത്ര കൊള്ളാതെ പോലെ തോന്നിയിട്ടുണ്ടാവും ഇല്ലേടാ? അതായത് എല്ലാവരും ഹാൻഡ് റൈറ്റിംഗ് ഒരുപോലെയല്ല, എല്ലാവരും ഒരുപോലെയല്ല അല്ലേ? അപ്പോൾ ഹാൻഡ് റൈറ്റിംഗും ചിലപ്പോൾ എന്ത് തോന്നിയിട്ടുണ്ടാവും, കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അടുത്തൊരു ക്രിസ്മസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ബൾബ് ഇൻവെൻറ്റ് ചെയ്ത തോമസ് ആൽവ എഡിസനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പം ലോകം മൊത്തം ബൾബ് കത്തണമെങ്കിൽ അയാളുടെ വളരെ കാലത്തിൽ എത്രയോ കാലം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫെയിലിയർ ആയിട്ടാണ് ആ ഒരു ബൾബ് കത്തിച്ചത്. ഓക്കെ, അതായത് 1000 ഒരു 1000 മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഓരോ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷണങ്ങൾ ചെയ്താണ് ആ ഒരു ബൾബ് കത്തിക്കാൻ എന്ത് ചെയ്തത്. നമുക്കിപ്പോൾ ചുറ്റുപാടും ഒരു വെളിച്ചം കാണുന്നില്ലേ, അത് ഈ ആളൊരു പരിശ്രമം കൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കോ, ഈ ഒരു വട്ടം നിങ്ങൾ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത വട്ടം എന്തായിരിക്കും? അതെ, നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു ഫെയിലിയർ മാത്രമാണ്, പക്ഷെ തോൽവി ആഘോഷിക്കാണ്ടിരിക്കുക കേട്ടോ. തോൽവി ഒരിക്കലും ഓക്കെ പ്രശ്നമില്ല, എന്താ അടുത്തതിന് നമ്മൾ ട്രൈ ചെയ്യാം അല്ലേ, അടുത്തതിന് കിട്ടും, അങ്ങനെ ഒന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരിശ്രമിച്ച് നോക്കുക. അതുപോലെ മിസ് ഒരു കാര്യം കൂടി പറയട്ടെ, വരും കാലങ്ങളിൽ കലോത്സവ ദിനങ്ങളല്ലേ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നുണ്ടാവാം അല്ലെ, ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് മിസ്സാവുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് കവറപ്പ് ചെയ്യാൻ നോക്കണം മക്കളെ. എന്ന് വെച്ചാൽ കലോത്സവവും വേണം, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിങ്ങൾ എഡ്യൂക്കേഷനും വേണം, രണ്ടും ഒരേപോലെ അല്ലേ, രണ്ടും സെയിം ക്ലാസ്സിൽ വേണം എന്ത് ചെയ്യുക, തൂക്കാൻ അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം, കലോത്സവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ചാൻസ് ആണ്. നമ്മൾ വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കലോത്സവം കിട്ടിയെന്ന് വരില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ പങ്കെടുക്കേണ്ടെന്നല്ല, കലോത്സവം ഒന്നും ഇല്ലാത്ത സമയത്ത് നടന്നൊരു എക്സാം ഉണ്ടായിരുന്നു, ഓണം എക്സാം. ആ ഓണം എക്സാമിൽ നിങ്ങൾക്ക് പലർക്കും മാർക്ക് കുറവാണ്. അപ്പോഴാണ് കലോത്സവവും ക്രിസ്മസ് എക്സാമും രണ്ടും കൂടി ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോവാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇനി വരുന്നത് 5ാം ക്ലാസ് തൊട്ടിട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വായനക്ക് 10 മാർക്ക് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, വായന നിങ്ങൾ ശീലമായിക്കോളൂ. ഒരു 10 മാർക്ക് കിട്ടുമെങ്കിൽ ആ ഒരു വായന നിങ്ങൾക്ക് എന്താക്കാം, ശീലമാക്കാം. സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു 10 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇത് അടുത്ത വർഷം മുതൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ, ഒരു പീരീഡ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇപ്പം വന്ന് എന്ത് പ്രശ്നങ്ങളും കവറപ്പ് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു ബാച്ചിൻ്റെ കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് നിങ്ങളെ പ്രശ്നം, നിങ്ങൾ ഓരോരുത്തർക്കും എന്തുണ്ടാവും, പേഴ്സണൽ മെൻറ്റർഷിപ്പോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ബാച്ച് പോകുന്നുണ്ടാവുക. ഈ ഒരു ചെറിയ പ്രൈസിൽ സെപ്റ്റംബർ 25 വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ ജോയിൻ ചെയ്യുക. ഓക്കെ, 7ാം ക്ലാസ്സിലെ മക്കൾക്കും ഉണ്ട്, അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലെ മക്കൾക്കും ഉണ്ട്, അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെ മക്കൾക്കും ഉണ്ട്. എല്ലാവർക്കും എന്തുണ്ട്, ഓരോരോ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രമാത്രമാണ്, നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യേണ്ട മക്കളെ, ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. ഫോം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ മക്കളാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നമ്മളെ ബാച്ചിലേക്ക് വരാൻ പറ്റും. അപ്പോൾ മറക്കണ്ട, വരും കാലങ്ങളിൽ എന്ത് ചെയ്യുക, കുറച്ചും കൂടി സീരിയസ് ആവാം കേട്ടോ. മിസ്സിൻ്റെ കുഞ്ഞു മക്കളാന്നൊക്കെ അറിയാം, എന്നാലും എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ബേസിക് നിങ്ങൾ കേട്ടിട്ടില്ലേ, എന്താ ഈ ബേസിക് എന്ന് പറയുന്നത്? അതെ, കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന സാധനങ്ങളാ ബേസിക്. വലിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ ഇവിടെ നിങ്ങൾ ഓക്കെ ആവണം. ഇവിടെ ഓക്കെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ 3 ക്ലാസ്സെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പഠിക്കാനാവോ? ഇല്ലല്ലേ. 5ാം ക്ലാസ്സിലെ കാര്യം 5ാം ക്ലാസ്സിലും, 6ാം ക്ലാസ്സിലെ കാര്യം 6ാം ക്ലാസ്സിലും, 7ാം ക്ലാസ്സിലെ കാര്യം 7ാം ക്ലാസ്സിലും എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പം മറക്കണ്ട മക്കളെ, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഓൾ ദി ബെസ്റ്റ്.